അവഗണിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനം. വിവാദ പരാമർശങ്ങളിൽ തരൂരിനെതിരെ ഉടൻ നടപടിയില്ല. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കേണ്ടതില്ലെന്നും തീരുമാനം. കേരളത്തിലെ നേതാക്കളോടും തുടർ പ്രതികരണങ്ങൾ വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു. ശരത് ലാൽ ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ശശി തരൂർ ആദ്യം ഒരു ലേഖനം എഴുതുന്നു, അതിനുശേഷം കഴിഞ്ഞ ദിവസം കുറച്ചും കൂടി കടന്ന് ഒരു പോഡ്കാസ്റ്റ് വരുന്നു. അതിൽ തരൂർ ചോദിക്കുന്നത് പരിഗണന, തനിക്കൊരു വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ശശി തരൂർ എടുത്തത്. ഇന്നലത്തെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ നോക്കിയാലും ഈ കൂടുതൽ ചർച്ചകൾക്കൊന്നും പോയി സ്വയം കുഴി കുഴിക്കേണ്ട എന്നൊരു നിലപാട് നേതാക്കൾ സ്വീകരിച്ചതുപോലെ മനസ്സിലാവും. കാരണം ഈ സുധാകരൻ മാത്രമാണ് തരൂർ അതിര് വിടരുത് എന്നൊരു പ്രസ്താവന നടത്തിയത്. മറിച്ച് VD സതീശൻ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടായിരുന്നു. മറ്റ് നേതാക്കൾ സ്വീകരിച്ചതും സമാനം തന്നെയായിരുന്നു. ദീപാദാസ് മുൻഷിയുടെ നിലവിലെ വാക്കുകൾ എങ്ങനെയാണ്? ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെട്ട് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ AICC നേതൃത്വം. ഗുഡ് മോർണിംഗ് സജലക്ഷ്മി. AICCയുടെ നിലപാട് തന്നെ ശശി തരൂരിനെ അവഗണിക്കുക എന്നുള്ളതാണ്. കാരണം ശശി തരൂരുമായിട്ട് ഒരു പ്രസ്താവനയിലെ തിരുത്തലോ കൂടിക്കാഴ്ചയോ ചർച്ചയോ നടക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന വിലയിരുത്തലും കൂടിയുണ്ട്. കാരണം ശശി തരൂരിനെ സംബന്ധിച്ചോളം കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ശശി ഒരു പ്ലാൻ ചെയ്ത ഒരു മൂവ്മെൻ്റാണ് ഈ ലേഖനം എന്നാണ് AICC വിലയിരുത്തുന്നത്. ആ തരത്തിലുള്ള വിവാദം ഉണ്ടാക്കേണ്ടത് ശശി തരൂരിൻ്റെ ആവശ്യമാണെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവാദത്തിന് കൈകൊടുക്കേണ്ട എന്നൊരു നിലപാടാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. കാരണം ഇന്നലത്തെ ലേഖനം വന്നപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് ജയറാം രമേശിനെ പ്രതികരണം ആരാഞ്ഞിരുന്നു. ജയറാം രമേശ് പറഞ്ഞത് എൻ്റെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അതിൽ തീരുമാനങ്ങളും അതേപോലെ തന്നെ പ്രതികരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ആ വ്യക്തികളുടെ പ്രതികരണമല്ല പാർട്ടിയുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ AICC തയ്യാറല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതൊരു AICC നേതൃത്വം എടുത്ത ഒരു തീരുമാനമാണ്. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി കഴിഞ്ഞു ശശി തരൂർ. അദ്ദേഹം ആ ചർച്ചയിലെ നിലപാടുകൾ അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയ്ക്ക് പോയി പ്രശ്നങ്ങൾ വലുതാക്കേണ്ട അല്ലെ വിവാദമാക്കേണ്ട, ദേശീയ തലത്തിൽ ഈ ശശി തരൂരിൻ്റെ പ്രസ്താവനകൾ ചർച്ച ചെയ്യേണ്ട എന്ന വ്യക്തമായ നിർദ്ദേശവും തീരുമാനമാണ് കോൺഗ്രസിനുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക, ഇതും വൻ വിവാദത്തിലാവും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ശശി തരൂരിൻ്റെ കാര്യങ്ങളിലേക്ക് ഒരു നടപടിയും എടുക്കേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനം. ഇനി എന്തെങ്കിലും ശശി തരൂരിൻ്റെ ഭാഗത്ത് അദ്ദേഹം എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഇക്കാര്യങ്ങൾ ചെയ്തോട്ടെ. പാർട്ടി BJP ആയിട്ടോ അല്ലെങ്കിൽ CPM ആയിട്ടോ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ കാര്യങ്ങൾ നോക്കാം എന്നൊരു അയഞ്ഞ സമീപനമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. ശശി ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ അജണ്ട ശശി തരൂരുണ്ട് എന്നൊരു വിലയിരുത്തലാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ നിരീക്ഷിക്കുക എന്ന ഒറ്റ തീരുമാനം മാത്രമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. അതിലുപരി ശശി തരൂരിനെതിരെ നടപടിയോ അല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചർച്ചയോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ AICC കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നമ്മളോട് വ്യക്തമാക്കിയത്. സേതുലക്ഷ്മി, ഈ തരൂർ കഴിഞ്ഞ ദിവസത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞത് പോലും ഇനി തനിക്ക് അർഹമായ പദവികളോ അല്ലെങ്കിൽ പരിഗണനയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിലവിൽ ഈ ശശി തരൂരിന് അദ്ദേഹത്തിന് ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉണ്ടെന്ന് തരൂർ തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനിയും തഴയപ്പെടുന്നൊരു തോന്നലുണ്ടായാൽ മുന്നണി വിടുമോ, പുതിയൊരു പാർട്ടി രൂപീകരിക്കുമോ, മറ്റ് പാർട്ടികളിൽ ചേരുമോ തുടങ്ങിയ പലവിധமான ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ശരത്തൊപ്പം CPM അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇന്നലത്തെ MV ഗോവിന്ദന്റെയും EP ജയരാജന്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ പോലും അത് വ്യക്തമാണ്. തരൂരിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ അത് പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ നിർണായകമാകില്ലേ? സേതുലക്ഷ്മി, തരൂരിനെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ തരൂരിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല ലോക്സഭയിൽ. അതുപോലെ തന്നെ വിദേശകാര്യ വിഷയത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവന്ന വിഷയത്തിൽ ഇതിലൊന്നും ലോക്സഭയിൽ അതിനുവേണ്ടി പ്രസംഗിക്കാനോ അതിനുവേണ്ടി അല്ലെങ്കിൽ പാനലിൽ പേര് കൊടുക്കാനോ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായില്ല. ഇതാണ് ശശി തരൂരിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. അതുകൂടാതെ തന്നെ ശശി തരൂരിനെ അനുകൂലിക്കുന്ന കേരളത്തിലെ ശബരിനാഥ് അടക്കമുള്ള
നേതാക്കൾക്ക് അത് പൂർണ്ണമായി KPCC അവഗണിക്കുന്നു. ഈ പരാതി ശബരിനാഥ് ഡൽഹിയിലെത്തിയിട്ട് നേരിട്ട് തന്നെ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ തൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ പാടെ അവഗണിക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നതെന്നാണ് ശശി തരൂരിനെ പ്രകോപിപ്പിച്ചത്. ഈ പ്രകോപനം ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലേഖനം വരുന്നത്. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ചോളം വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ശശി തരൂരും പെട്ടെന്ന് CPM-ലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് വിടും എന്ന കാര്യത്തിൽ ഒന്നും ശശി കാത്തിരുന്ന് കാണാം. തരൂർ പറയുന്നതാണ് ശരിയെന്ന് MV ഗോവിന്ദനും തരൂരിന് അനാഥത്വം ഒരിക്കലും ഉണ്ടാകില്ലെന്ന് EP-യും ഈ നിലപാടിനെ ബിനോയ് വിശ്വവും ഒക്കെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനി തരൂരിന്റെ നിലപാടായിരിക്കും കൂടുതൽ നിർണായകമാവുക. ശരി ശരത്ത്.